നമസ്കാരം. അടിയന്തര സാമ്പത്തിക ആവശ്യം നിറവേറ്റാൻ സ്വർണ്ണ പണയ വായ്പകളെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഗോൾഡ് ലോൺ ഇനി ഉപയോക്താക്കൾക്ക് ATM വഴി തന്നെ അതിവേഗം നേടാനാകും. കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും കാര്യം സത്യമാണ്. പൊതുമേഖലാ ബാങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കൃത്രിമ ബുദ്ധി അഥവാ AI അധിഷ്ഠിതമായ ഗോൾഡ് ലോൺ ATM അവതരിപ്പിച്ചത്. തെലങ്കാനയിലെ വാറങ്കലിൽ ആദ്യ ATMന്റെ ഉദ്ഘാടനം ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ MV റാവു നിർവഹിച്ചിരുന്നു. സ്വർണ്ണപ്പണയ വായ്പാ വിതരണ നടപടിക്രമങ്ങളിൽ വൻ മാറ്റത്തിന് വഴിവെക്കുന്നതാണ് സെൻട്രൽ ബാങ്കിന്റെ പുത്തൻ സംരംഭം. ഗോൾഡ് ലോൺ നൽകാനുള്ള നടപടിക്രമങ്ങൾ 10 മുതൽ 12 മിനിറ്റിനകം പൂർത്തിയാക്കാൻ ATMന് സാധിക്കും. ഉപയോക്താവ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ആധാർ നമ്പർ എന്നിവ കയ്യിൽ കരുതി വേണം ATMൽ എത്താൻ. എങ്ങനെ സ്വർണ്ണമിട്ട് വായ്പ നേടാമെന്ന് നോക്കാം. AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATMൽ ഒരു ബോക്സ് ഉണ്ടാകും. ഇതിലാണ് ഉപയോക്താവ് സ്വർണം വെക്കേണ്ടത്. തൂക്കവും പരിശുദ്ധിയും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ATM പരിശോധിക്കും. തുടർന്ന് നിലവിലെ വിപണി വില അധിഷ്ഠിതമായ പണം വായ്പയ്ക്കായി ലഭ്യമാക്കും. സ്വർണ്ണ പണയ വായ്പ മാനദണ്ഡ പ്രകാരം ഈടുവയ്ക്കുന്ന സ്വർണത്തിന്റെ വായ്പാ തുകയുടെ 10% മാത്രമേ ATMൽ നിന്ന് പണമായി ഉപയോക്താവിന് കിട്ടൂ. ബാക്കി തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. സ്വർണ്ണ വായ്പയ്ക്കായി ഉപയോക്താവ് നേരിട്ട് ബാങ്കിൽ എത്തുന്നത് ഒഴിവാക്കാമെന്നതും ഉപയോക്താവിനും ബാങ്ക് ഉദ്യോഗസ്ഥർക്കും സമയം ലാഭിക്കാമെന്നതും ഗോൾഡ് ലോൺ ATM നൽകുന്ന നേട്ടമാണ്. സെൻട്രൽ ബാങ്കിന്റെ ഇടപാടുകൾക്ക് മാത്രമേ ഈ ഗോൾഡ് ATM ഉപയോഗിക്കാനാകൂ. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ബാങ്ക് വാറങ്കലിൽ ഗോൾഡ് ലോൺ ATM സ്ഥാപിച്ചത്. പ്രവർത്തനം വിജയകരമായാൽ രാജ്യത്തിന്റെ കൂടുതൽ മേഖലകളിലേക്കും ഇത് സ്ഥാപിക്കും. മറ്റു ബാങ്കുകളും വൈകാതെ ഇതേ പാത പിന്തുടർന്നേക്കാം. അതേസമയം സംസ്ഥാനത്തെ ആഭരണ വിപണിയിൽ സ്വർണ്ണ നിരക്കുകളിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 22 കാരറ്റ് പരിശുദ്ധിയുള്ള ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ 240 രൂപയുടെ കുറവാണ് ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതോടെ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില 64,160 രൂപയായി താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പവന്റെ വിലയായി നിശ്ചയിച്ചിരുന്നത് 64,400 രൂപയായിരുന്നു. ആനുപാതികമായി 22 കാരറ്റ് പരിശുദ്ധിയുള്ള 1 ഗ്രാം സ്വർണത്തിന്റെ നിരക്കിൽ 30 രൂപയുടെ കുറവും ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ കേരള വിപണിയിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില 8,020 രൂപയായി കുറഞ്ഞു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് 1 ഗ്രാം സ്വർണത്തിന്റെ നിരക്ക് 8,050 രൂപ നിലവാരത്തിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. തിങ്കളാഴ്ചത്തെ വ്യാപാരത്തിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ നിരക്കുകളിൽ ശക്തമായ തിരുത്തലും നേരിട്ടിരുന്നു. ഒരു ട്രൈ ഔൺസ് സ്വർണത്തിന്റെ നിരക്കുകളിൽ 1.2% ഇടിവ് നേരിട്ട് $2,889 നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ന് സംസ്ഥാനത്തെ വിപണിയിൽ സ്വർണ്ണ നിരക്കുകളിൽ ഇടിവ് കുറിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ നിരക്കിൽ 0.36% നേട്ടത്തോടെ $2,900 നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഇതുവരെയായി സ്വർണ്ണ നിരക്കുകളിൽ ചാഞ്ചാട്ടവും ശക്തമാണ്. മാർച്ച് 1-ന് 63,520 രൂപ നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെട്ടിരുന്ന ഒരു പവൻ സ്വർണം മാർച്ച് 5-ഓടെ 64,520 രൂപ നിലവാരത്തിലേക്ക് മുന്നേറിയിരുന്നു. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ തിരുത്തൽ നേരിട്ട് സ്വർണത്തിന്റെ നിരക്ക് മാർച്ച് 7-ഓടെ 63,920 രൂപ നിലവാരത്തിലേക്കും താഴ്ന്നിരുന്നു. തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും സ്വർണ്ണവില കുതിച്ചുയരുകയും കഴിഞ്ഞ ദിവസം 64,400 രൂപ നിലവാരത്തിലേക്ക് വരെ എത്തുകയും ചെയ്തിരുന്നു.